20 വർഷം മുൻപ് കോൺക്രീറ്റ് ചെയ്ത റോഡ് സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ നാട്ടുകാർ പ്രതിഷേധ സൂചകമായി ശ്രമദാനം നടത്തി നന്നാക്കി. ഓട്ടോറിക്ഷ പോലും വരാൻ മടിക്കുന്ന കോതമംഗലം ബ്ലോക്ക് വാരപ്പട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡ് കോഴിപ്പള്ളിയിലെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാറ കോളനിയിലേക്കുള്ള വഴിയാണ് നാട്ടുകാർ ശ്രമദാനമായി നന്നാക്കിയത്. കാട് പിടിച്ച് കിടക്കണ ഒരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ വരാൻ ഭയങ്കര പാടാണ്. ഇവിടെ ആ പൈപ്പും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എല്ലാം വഴിയെല്ലാം ആകെ മോശമായിട്ട് കിടക്കണു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോക്കാർ താഴെ ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് പോവുക. അപ്പോൾ എത്ര വീടുണ്ട് ഇവിടെ? ഇവിടെ 20 വീടിന് മേളിലേ? എത്ര ആളുകൾ യാത്ര ചെയ്യേണ്ട റോഡാണ്. അപ്പം ഇങ്ങനെ കുഴിയായിട്ട് കിടക്കണം അല്ലേ? ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല. ഓട്ടോറിക്ഷ താഴെ ഇറക്കി വിട്ടിട്ട് പോകുള്ളൂ, മുകളിലേക്ക് കയറി വരില്ലെന്നേ. പ്രായമായവരും രോഗികളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ റോഡ് ദിനംപ്രതി ഉപയോഗിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരോടും ജനപ്രതിനിധികളോടും പരാതി പറഞ്ഞു മടുത്ത ഇവിടുത്തെ പ്രദേശവാസികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുമുണ്ടായ നിഷേധാത്മകമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സ്വന്തമായി റോഡ് നന്നാക്കുവാൻ തീരുമാനമെടുത്തത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും ഈ വഴി ഉൾപ്പെടുത്താതെ ഇരുവശവും കാട് കയറി കാൽനട യാത്ര പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ റോഡ്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി പേർ ശ്രമദാനത്തിൽ പങ്കെടുത്തു. ഈ പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അധികാരികൾ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ കോഴിപ്പള്ളി 1-ാം വാർഡിലുള്ള പാറ കോളനിക്ക് സമീപമാണ് നിൽക്കുന്നത്. അങ്ങോട്ട് 20 കുടുംബങ്ങളോടുള്ള ഒരു വഴിയാണ്. ഈ വഴിയിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ കയറി വരില്ലാത്ത രീതിയിൽ അത്രയ്ക്കും ഒരു ദുരിതപൂർണമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത്. ഇവിടെ ഈ കോളനിയിൽ താമസിക്കുന്ന നിരവധി രോഗികളുണ്ട്, അതുപോലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു വാഹനം വിളിച്ചു വന്നു കഴിഞ്ഞാൽ വാഹനം അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല. ഈ റോഡിൻ്റെ ഒരു ദുരിതാവസ്ഥ ഇപ്പോൾ സ്വയം ഏറ്റെടുത്ത് അവിടെയുള്ള കുടുംബാംഗങ്ങൾ തന്നെ അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.